നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആളുകൾ ചിലപ്പോൾ വ്യത്യസ്ത അനുഭവങ്ങൾ നൽകിയ ചില പ്രത്യേക സിനിമകളാണ്. ഇതൊരു പാർട്ട് 2 വീഡിയോയാണ്. ലിസ്റ്റിലാക്കിയത് ഒരു യമണ്ടൻ പ്രേമകഥ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമ അവരുടെ ടൈമിൽ വലിയൊരു വിജയം നേടി. പക്ഷെ പിന്നീട് എയർലൈൻ സിനിമയുടെ സ്റ്റോറിയും ചില പ്രത്യേക കോമഡി സീനുകളുമായിരുന്നു ഇതിനുള്ള മെയിൻ റീസൺ. അങ്ങനെ സിനിമയുടെ ഫസ്റ്റ് ഡയലോഗ് തുടങ്ങി. അങ്ങനെ നായകൻ ജനിക്കാൻ പോകും. കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചെന്ന് ഡോക്ടർ ആദ്യം പറയും. കുട്ടി അനങ്ങുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയും, ഡോക്ടർ എവിടെയാണ് പഠിച്ചതെന്നറിയും. അങ്ങനെ പേരിടാൻ പോകും. അപ്പൂപ്പനൊരു പേര് സജസ്റ്റ് ചെയ്യും. പിന്നീട് ഇവര് തന്നെ ലല്ലു എന്ന പേരും. വളരെ നന്മ നിറഞ്ഞ ഒരു പ്രത്യേക ക്യാരക്ടറാണ് ലല്ലു. അങ്ങനെ ലല്ലു വലുതായി. ആ പഞ്ചായത്തിലെ എല്ലാ ഗേൾസിനും നമ്മുടെ ലല്ലുവിനെ മതി. പക്ഷെ ലല്ലുവിന് ഇവരെ വേണ്ട. എന്റെ മനസ്സിൽ സ്പാർക്ക് ഉണ്ടാക്കുന്ന ഒരു പെണ്ണെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവക്ക് വേണ്ടി വെയിറ്റിംഗ്. ഒരു യമണ്ടൻ കിണുപ്പൻ ക്ലിപ്പാംതോടി വെയിറ്റിംഗ്. ഒരു യമണ്ടൻ കിണുപ്പൻ ക്ലിപ്പാംതോടി വെയിറ്റിംഗ്. പിന്നീട് അങ്ങോട്ട് കോമഡി സീനുകളാണ്. ഈ ഒരു ക്യാരക്ടറിന് കണക്ക് കൂട്ടാൻ അറിയാത്തത് കൊണ്ട് കസ്റ്റമേഴ്സിൽ നിന്ന് പൈസ വാങ്ങാറില്ല. ചില കോമഡികൾ എയറിലാണെങ്കിൽ ആളുകൾ എൻജോയ് ചെയ്ത് ചില കോമഡികളും സിനിമയിലുണ്ട്. അങ്ങനെ പല കോമഡി സീനുകൾ. എന്റെ തന്തേന്ന് പറഞ്ഞ ഒരാഴ്ചയായി പടി പിടിച്ച് വീട്ടിൽ പണിക്കോണ്ടിരിക്കുന്നത്. അവസാനം ഞാൻ അപ്പൂപ്പനോട് പണിക്ക് പോകാൻ പറഞ്ഞു. അച്ഛനും അപ്പൂപ്പനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഓടിക്കൂലേ. അങ്ങനെ ലല്ലുവിന്റെ അനിയനെ കാണിക്കും. അനിയന് ബാംഗ്ലൂർ ജോലി കിട്ടും. എന്റെ ക്രെഡിറ്റ് കാർഡ് കൊമ്പനായിലെ ജോണിന്റെ മകന് ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. പെട്ടെന്ന് ഒരു മെമ്പർ വരുന്നു. ഡാഡിയോട് പറയുന്നു ജങ്കാർ കാണാനില്ല. അങ്ങനെ പോലീസ് വരുന്നു. പിന്നീട് ഓരോ ക്യാരക്ടേഴ്സിന്റെയും ഇൻട്രോ. പെൺകുട്ടികളുടെ രക്ഷകൻ വിക്കി. ഇതാണ് രണ്ടാമത്തെ ക്യാരക്ടർ. ഒരു മഹാകുടിയനാണ്. പള്ളിയിലച്ചൻ കണ്ടാൽ കുപ്പിയെല്ലാം എടുത്ത് എല്ലാം വാഷ് ബേസിൽ ഒഴുകും. ഇങ്ങനെ ഒഴുകി വരുന്നത് ശേഖരിക്കുക. ഈ ഒരു ക്യാരക്ടർ ബുദ്ധിപരമായി താഴെ ഒരു കുപ്പി വെക്കാറും. പിന്നീട് നായകന്റെ ഇൻട്രോ. സാർ ഒന്നുകൂടി റീചാർജ് ചെയ്യേണ്ടി വരും. ഒരു കോട്ട് പ്രീമിയർ അടിച്ച് ടെക്സ്ചർ പൊട്ടിയിട്ട് സ്ക്രാച്ച് ഡിസൈൻ ചെയ്ത് ബ്ലാക്ക് ഹോളിൽ കളർ വാഷ് അടിച്ച ചെലം. അങ്ങനെ ബാംഗ്ലൂർ പോകുന്ന അനിയൻ ലല്ലൂർ വിസിൽ കൊടുത്തു. പിന്നെയാണ് വലിയ രീതിയിൽ എയർലായ ഈ ഒരു കോമഡി സീൻ. ചിത്രഗുപ്ത മതി. ചിത്രഗുപ്തൻ പരിപ്പട. അങ്ങനെ ലല്ലുവിന്റെ ചില സിംപ്ലിസിറ്റി സീനുകൾ. പിന്നെയാണ് വില്ലന്റെ എൻട്രി. ഒരു അമ്മയും മോനും മഴയത്ത് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ ഒരു വെടക്ക് വില്ലൻ വെറുതെ പ്രശ്നമുണ്ടാക്കി. നിനക്കും ഇല്ലയുടെ ഒരു അമ്മ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഈ ഒരു വില്ലൻ വൈലന്റായി. ഇവരുടെ ഫോട്ടോ എടുത്ത് വളരെ ക്യാപ്ഷൻ കൊടുത്ത് പോസ്റ്റ് ചെയ്യും. അത്രയും വെടക്ക് വില്ലനാണ്. പിന്നീട് കാണിക്കുന്നത് നായകന്റെ സ്പാർക്ക് സീനുകളാണ്. സ്പാർക്ക് വന്നാലേ കല്യാണം കഴിക്കാൻ പറ്റും. അതുകൊണ്ട് അനിയൻ വരെ തെറി പറഞ്ഞു തുടങ്ങി. നമ്മുടെ നാട്ടിൽ തന്നെ കാണുമല്ലോ 10ാം ക്ലാസ് ഒക്കെ തോറ്റ പെൺപിള്ളേര്. അങ്ങനെ അവസാനം കാണാതായ ഒരു പെൺകുട്ടിയെ ലല്ലുവിന് ഇഷ്ടമായി. പിന്നീട് കാണിക്കുന്നത് ആ കലിപ്പനായ അനിയനെയാണ്. ഓഫീസിലെ സ്ട്രെസ് കൂടി അനിയൻ ഇപ്പോൾ ചാവാൻ പോവുകയാണ്. പെട്ടെന്നാണ് ലല്ലു കൊടുത്ത വിസിൽ കിട്ടിയത്. വിസിലടിച്ച ആളുകളെ വിളിച്ചു. അങ്ങനെ ലല്ലുവിന്റെ വിസിൽ കൊണ്ട് അനിയന്റെ ജീവൻ രക്ഷപ്പെട്ടു. പിന്നീട് അനിയനുമായ ഒരു കല്യാണത്തിന് പോയി. ഇതൊരു തീറ്റ മത്സരമല്ല. കല്യാണ വീട്ടിൽ ഇന്നുവരെ കേൾക്കാത്ത ഫ്രഷ് തമാശ. പിന്നീട് നായിക അന്വേഷിച്ചു പോകും. അവളെ കണ്ടെത്തിയിരിക്കട്ടെ. അവൾക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അങ്ങനെ ഒന്നും ഇഷ്ടപ്പെടാതിരിക്കൂല. ഇവർ ജനിച്ചിട്ടുന്നവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ തന്നെ കണ്ടിട്ടില്ല സിനിമയില്. ഞാൻ നമ്മൾ കാണുന്നില്ലല്ലോ. പക്ഷെ ഒരു സോങ്ങിന് പുള്ളി ആ വഴിക്ക് പറമ്പിക്കൂടെ നടക്കണമെങ്കിൽ ഞാൻ ഈ വഴിക്ക് പറമ്പിക്കൂടെ നടക്കാം. ചേട്ടൻ ആരാ എന്താ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തോ ദീ ചേച്ചിയെ പറ്റി ചേട്ടനോട് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ മറ്റേ വില്ലൻ കണ്ടിട്ടും വില്ലൻ പിന്നെയും വൈലന്റായി. നായകി അങ്ങ് തട്ടി. പിന്നീട് നായകൻ വില്ലനെ കാണുന്നു. രണ്ടുപേരും തമ്മിൽ ഇടിയാവും. അങ്ങനെ വില്ലനെ പോലീസിന് കൊടുക്കും. അങ്ങനെ പടം കഴിക്കും. ഞാൻ നിനക്ക് വേണ്ടി കൂടി തരാം. ചേട്ടൻ കൊടുത്തു. എനിക്ക് കൂട്ടി തന്നെ എന്താണ് കൂട്ടിത്തരാന്ന് കൊടുത്തരൂ. ഒരുവിധ കുഴപ്പമില്ലാത്ത കുട്ടിയാണെങ്കിൽ എനിക്ക് കൂടി തരും. ആകെയുള്ള ചില നല്ല സീനുകൾ സുരാജിന്റെ സീനുകളായിരുന്നു. അടുത്തത് കാലിബ് എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയും പിന്നീട് എയർലൈൻ. ഇതൊരു ലവ് സ്റ്റോറിയാണ്. ഹലോ തുമ്പി. ഹലോ തുമ്പി. അതിന്റെ ആയുസ് മുഴുവൻ പറഞ്ഞാലും തണല് തീരാത്തൊരു മരമുണ്ട് 7ാം കടലിനപ്പുറത്ത്. ഇൻട്രോവേർട്ടായ ഒരു നായകി എക്സ്ട്രോവേർട്ടായ ഒരു നായകൻ. ഈ ഒരു സിനിമയിലെ നായകൻ മദാമയെ വളയ്ക്കാൻ നോക്കി നടക്കുകയായിരുന്നു. നായകൻ ഒരു ഫാദറും. ഞായറാഴ്ച സൺഡേ ആണല്ലേ? That's a really nice name. Thank you so much. Guess I'll see you around, Isabella. Yeah? See you later. Take care. Bye. അങ്ങനെ വളയ്ക്കാൻ നടക്കുമ്പോൾ ഒരു ദിവസം നായികയെ കണ്ടുപോകും. എല്ലാ ഈ മതവന്മാരെയൊക്കെ കറക്കാൻ എത്രയാ ചാർജ് ചെയ്യുന്നത്? നായികയ്ക്ക് ഒരു ഫാദറും വളരെ ടെററായ മഹാവെടക്കായ ഒരു ക്യാരക്ടർ.
നീയാണ് പറഞ്ഞു വിട്ടത്. പറ സൗദ, പറ സൗദ. നിന്നോട് ചോദിച്ചിട്ടാണ് സിനിമയ്ക്ക് പോയത്. നീ സിനിമക്കൊക്കെ വിടാറായ സൗദ? സിനിമയ്ക്ക് പോകാനേ പറ്റി, അത്രയും വലിയൊരു സൈക്കോയാണ്. അമ്പടി, നീയാണ് സിനിമക്ക് വിട്ടത്. നീ വിടോ? അങ്ങനെ നായികയും നായകനും തമ്മിലുള്ള ലവ് നടക്കുന്നു. എന്തെയാണോന്ന് ഡാഡ പറയുന്നേ? ഇവിടുത്തെ അരയന്മാരുടെ വിശ്വാസം മനസ്സിൽ പ്രണയമുള്ളവരുടെ മുമ്പിൽ മാത്രമേ ഡോൾഫിൻസ് ഇണകളായി പ്രത്യക്ഷപ്പെടുന്ന. ഒരു ദിവസം നായകൻ രാത്രി വീട്ടിൽ പോയി. അങ്ങനെ വലിയ പ്രശ്നമായി. ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആയി. എന്റെ അമ്മനെ നിനക്ക് അറിയാത്തോണ്ടോ? എന്റെ ഉമ്മച്ചി ഒരു പാവ. അവരെന്നെ തീറ്റിക്കാൻ എനിക്ക് വയ്യ. നമ്മൾ പാച്ചുവിനെ കാണാൻ പോയത്. അതിന്റെ നിന്നോടൊപ്പം ഡോൾഫിൻ ബീച്ചിൽ വന്നത്. നിന്നെ വിളിച്ചതും കണ്ടതും എന്നോടൊപ്പം നടന്നതും അല്ലേ? അങ്ങനെ നായകൻ മറ്റൊരാളെ വളച്ചു. ഇത് നായികക്ക് ഇഷ്ടപ്പെട്ടില്ല. നായിക വീണ്ടും തിരിച്ചു വന്നു. വണ്ടി എടുത്തേ. എങ്ങോട്ട്? എനിക്ക് ഡാഡയെ കാണണം. ഇത് സൈക്കോ ഡാഡി അറിയും. ഡാഡി ദേഷ്യം വന്ന് ഫോൺ എടുത്ത് ക്ലോസറ്റിലിട്ടു. അമ്പടി. അങ്ങനെ ക്ലൈമാക്സ്. എന്തെങ്കിലും വേണ്ടെന്ന് കരുതി നായക അങ്ങ് സൂയിസൈഡ് ചെയ്തു. അങ്ങനെ പടം കഴിഞ്ഞു. അടുത്തത് മാസ്റ്റർ പീസ് എന്ന സിനിമയാണ്. സിനിമ നല്ല ഹിറ്റായിരുന്നു. ഈ ഒരു സിനിമയിൽ പല കോമഡി സീനുകളും ഏറ്റവും കൂടുതൽ എയറിലായ ഒരു സംഭവമാണ് റോയൽ വാരിയേഴ്സും റിയൽ ഫൈറ്റേഴ്സും. ഇവർക്ക് വെറുതെ ബിൽഡപ്പ് കൊടുക്കും. കോളേജിൽ റിയൽ ഫൈറ്റേഴ്സും റോയൽ വാരിയേഴ്സും തമ്മിൽ എന്നും തല്ല. റോയൽ വാരിയേഴ്സിലെ ദീപനാണ് ഇന്നലെ ഇവനെ വീട് കയറി തല്ലിയത്. പക്ഷെ നമ്മുടെ റിയൽ ഫൈറ്റേഴ്സിലുണ്ടല്ലോ കുറെ അണ്ണന്മാർ. കലാതിലകത്തിന് പ്രണയം. റിയൽ ഫൈറ്റേഴ്സിലെ ഉണ്ണികൃഷ്ണനോട് ഏറ്റുമുട്ടിയത് റോയൽ വാരിയേഴ്സിലെ ദീപനും റിയൽ ഫൈറ്റേഴ്സിലെ ജിത്തുവും തമ്മിലാ. അവരുടെ മുമ്പിൽ തോറ്റ റോഷ നീ പിന്നെ റോയൽ വാരിയേഴ്സിന്റെ ക്യാപ്റ്റനാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് കേട്ടതോടെ റോയൽ വാരിയേഴ്സിലെ റോഷനെ ഇടഞ്ഞു. റിയൽ ഫൈറ്റേഴ്സിൽ ഒരുത്തൻ തൊട്ടാ റോയൽ വാരിയേഴ്സ് തീർന്നു എന്ന് വിചാരിച്ചാൽ മതി. അതിനുവേണ്ടി നമ്മൾ റിയൽ ഫൈറ്റേഴ്സ് ഒറ്റക്കെട്ടായിട്ട് ഗോകുലിന്റെ പിന്നിലുണ്ടാവും. ഉണ്ണികൃഷ്ണൻ റിയൽ ഫൈറ്റേഴ്സ് മെമ്പറാ. വി വിൽ സപ്പോർട്ട് ഹിം. റിയൽ ഫൈറ്റേഴ്സിനെ തൊട്ടിട്ട് നീ ഒന്ന് ക്യാമ്പസ് വിട്ട് പോകാന്ന് വിചാരിക്കണ്ട. റിയൽ ഫൈറ്റേഴ്സും റോയൽ വാരിയേഴ്സും ഇനി മേലിൽ ഇവിടെ റോയൽ വാരിയേഴ്സും ഇല്ല, റിയൽ ഫൈറ്റേഴ്സും ഇല്ല. റോഷൻ ചെറിയാനെ വിട്ടു തരുന്നതിൽ ഞങ്ങൾ റിയൽ ഫൈറ്റേഴ്സിന് എതിർപ്പൊന്നുമില്ല. മാഡം, റിയൽ ഫൈറ്റേഴ്സിന്റെ നേതാവാണ് മഹേഷ്. റോയൽ വാരിയേഴ്സിന്റെ നേതാവ് റോഷൻ ചെറിയ. ഇത്രയും ബിൽഡപ്പ് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇവർ തമ്മിൽ ഫൈറ്റ് ആയ അതൊരു 1.5 ഫൈറ്റ് ആയിരിക്കുമെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഇതിനും ഭേദമാണ് റീൽസിലെ പങ്കാളികൾ. പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഒരുപാട് ഉറക്കം കളഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ മുതല് എന്റെ ഒരുപാട് കളഞ്ഞിട്ടുണ്ട്. എന്ത് മദേഴ്സ് കോളേജിൽ ആമ്പിള്ളേർ കയറി കുഴപ്പം? മദേഴ്സ് കോളേജിൽ ആമ്പിള്ളേര് കയറി കഴിഞ്ഞാൽ അവിടുത്തെ മൊത്തം പെൺപിള്ളേരും മദേഴ്സ് ആവും. എഡ്വേർഡ് ലിവിങ്സ്റ്റൺ. കണ്ടിട്ട് തേവള്ളി പറമ്പ് ജോസഫ് അലക്സിനെ പോലെ ഉണ്ടല്ലോ.